കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകും. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹം ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഇവിടെ അബ്രഹാമിന് ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായിരുന്നത് എന്തായിരുന്നു? അവൻ്റെ ദേശവും അവൻ്റെ ബന്ധുക്കളും പിതൃഭവനവും അവൻ്റെ നാടും ഒക്കെ. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇതെല്ലാം വിട്ടിട്ട് വരുമ്പോൾ ഞാൻ നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അങ്ങനെ എല്ലാം വിട്ടു വന്നെങ്കിലേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടോ? സാധിക്കും. അങ്ങനെ അബ്രഹാം പിതാവ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് എല്ലാം വിട്ടപ്പോൾ അവനെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 12:7 കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് കളിച്ചു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. നോക്കിയേ, അബ്രഹാമിന് ദൈവം എന്ത് ചെയ്യുക? പ്രത്യക്ഷപ്പെടുക. അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ അബ്രഹാം പിതാവ് എന്ത് ചെയ്തു? ഒരു ബലിപീഠം പണിത് ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. അപ്പോൾ ദൈവത്തെ നമ്മൾ എന്തർപ്പിക്കണം? ആരാധന അർപ്പിക്കണം. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 22-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അബ്രഹാം പിതാവിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം പറഞ്ഞു, ഇതാ എന്നവൻ വിളിച്ചു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി മോര്യാദേശത്തേക്ക് പോകും. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ എനിക്ക് അവനെ ദഹനബലിയായി എന്ത് ചെയ്യുക? അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുക, നീ നിന്റെ ഒരേ ഒരു മകനായ ഇസഹാക്കിനെ മോര്യാ മലയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുക? ബലി. അബ്രഹാം പിതാവ് ഒന്നും ആലോചിച്ചില്ല. അവൻ തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് മോര്യാ മലയിലേക്ക് പോയി. മോര്യാ മലയിൽ ദൈവത്തെ ആരാധിക്കാൻ ബലിപീഠം ഒരുക്കാൻ അബ്രഹാം പിതാവ് എത്ര ദിവസം എടുത്തു? 3 ദിവസം. മോര്യാ മലയിൽ എത്തിച്ചേരാൻ അബ്രഹാം പിതാവിന് 3 ദിവസം എടുക്കും. അവർ നടന്ന് 3 ദിവസം കഴിഞ്ഞ മോര്യാ മലയുടെ അടിവാരത്തിൽ എത്തി. കൂടെ 2 ഭൃത്യന്മാരുണ്ടായിരുന്നു, കഴുതയുണ്ടായിരുന്നു, കയ്യിൽ വിറകും തീയും കത്തിയൊക്കെ ഉണ്ടായി. അബ്രഹാം പിതാവ് തൻ്റെ ഭൃത്യന്മാരെ 2 പേരെയും താഴ്വരയിൽ നിർത്തിയിട്ട് കഴുതയെ അവിടെ നിർത്തിയിട്ട് അബ്രഹാം പിതാവ് തൻ്റെ മകനെയും കൂട്ടി എന്ത് ചെയ്യുക? മോര്യാ മലയിലേക്ക് പോകുന്ന വഴിക്ക് മകൻ അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പാ ബലിക്കുള്ള ആട് എവിടെ? അപ്പോൾ അബ്രഹാം പിതാവ് മകനോട് പറയുന്നുണ്ട്, ദൈവം തരും. അതെ, ഇവിടെ നമ്മളിന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. ദൈവം അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും. അതുകൊണ്ട് അബ്രഹാം പിതാവ് ഉറച്ച വിശ്വാസം പറഞ്ഞു, എന്താ? ദൈവം തരും.
അങ്ങനെ അവർ മോറിയ മലയിൽ എത്തിച്ചേർന്നു. തൻ്റെ മകനെ ബലിപീഠത്തിന്മേൽ വലിഞ്ഞു കെട്ടി ഇട്ടു. മകനുമേൽ കത്തി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു പറയുകയാണ്, മകനുമേൽ കത്തി വയ്ക്കരുത്. നിന്റെ മകൻ ഇസഹാക്കിനെ അല്ല ബലിയർപ്പിക്കുന്നത്. എന്നിട്ട് അബ്രഹാമിന് ദൂതൻ കാണിച്ചു കൊടുക്കുക മുൾപ്പടവിൽ കുരുകിടക്കുന്ന ഒരു മുട്ടാളിനെ. അതിനടുത്ത് അബ്രഹാം പിതാവ് എന്ത് ചെയ്യുന്നു? ബലി അർപ്പിച്ചു. പിന്നെ ഇസഹാക്കല്ല ഇവിടെ ബലിയായിട്ട് ഇസഹാക്ക് ബലിയായിത്തീർന്നാൽ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകും. ഇവിടെ ബലിയായി തീരേണ്ടവൻ ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവ ബലിയായിട്ട് തീരും. അതുകൊണ്ടാണ് ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ ദൈവം സമ്മതിച്ചു. അബ്രഹാം പിതാവ് ബലിപീഠത്തിൽ ബലിയർപ്പിച്ച് തിരിച്ച് എന്ത് ചെയ്തു? 22:5 പറയുന്നുണ്ട്. അവൻ തിരിച്ച് അവൻ വേലക്കാരോട് പറഞ്ഞു, ഞാനും അവന് പോയി ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു. അങ്ങനെ അബ്രഹാം പിതാവ് അവിടെ ബലി അർപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു. 22:5 പറയുക, അബ്രഹാം പിതാവ് ബലി അർപ്പണം കഴിഞ്ഞിട്ട് ദൈവത്തെ അവിടെ വെച്ച് ആരാധിച്ചു. വീണ്ടും 22:9 ദൈവം പറഞ്ഞ സ്ഥലത്തിനുമ്പോൾ അബ്രഹാം ബലിപീഠം പണിത് വിറകടുക്കി വെച്ച് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കടത്തി. അപ്പോൾ ദൈവം അബ്രഹാം മോറിയ മലയിൽ വന്ന് ബലിപീഠം പണിത് വിറകെല്ലാം അടുക്കി വെച്ച് തൻ്റെ മകനെ ബന്ധിച്ച് വിറകിന് മീതെ കടത്തി. എന്നിട്ട് ആ മകന് മേൽ എന്ത് ചെയ്ത്? കത്തി വെക്കാൻ നൽകിയപ്പോൾ ദൈവദൂതൻ വിളിച്ചു പറഞ്ഞു, കുട്ടിയുടെ മേൽ എന്ത് ചെയ്ത്? കയ്യ് വയ്ക്കുക, അല്ലെങ്കിൽ കത്തി വയ്ക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ വാക്കിനാൽ അവിടെ കിടന്ന കുഞ്ഞാടിനെ എടുത്ത് ബലിയർപ്പിച്ച് ദൈവത്തെ അവരെന്ത് ചെയ്തു? ആരാധിച്ചു. നമ്മൾ വീണ്ടും യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം, യെശയ്യാവ് 6. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 2 മുതലുള്ള വാക്യം. അവിടുത്തെ ചുറ്റും സാറാബുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചു. 2 ചിറകൾ പറക്കാൻ ഉള്ളതായി. നോക്കിയേ, മാലാഖമാരെ ദൈവത്തെ ആരാധിക്കുക. സറാബ് എന്ന് പറഞ്ഞ ആരാണ്? മാലാഖമാർ. അവർ ദൈവത്തെ ആരാധിച്ചു. അവരെങ്ങനെയാ ദൈവത്തെ ആരാധിച്ച്? അവർ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 3 വട്ടം അവരെന്ത് ചെയ്തു? ഉദ്ഘോഷിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. വീണ്ടും 5-ാം വാക്യം പറയുന്നു. യെശയ്യാ പറയുക, ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കാൻ യോഗ്യനല്ല. ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധിയിൽ വസിക്കുന്നവനും.
എൻ്റെ നാവ് എന്താണ്? അശുദ്ധമാണ്. നാവ് തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്തില്ല? സാധിക്കത്തില്ല. അശുദ്ധമായ അത്തരമുള്ളവനും അശുദ്ധിയിൽ വസിക്കുന്നവനുമാണെന്ന് യശയ്യാവ് പറയുക. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് സാധാവുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടുവന്ന് ഒരു തീക്കനൽ എടുത്ത് അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ മാവ് ചുട്ടു. ഒരികെ ബലിപീഠത്തിൽ നിന്ന് അഗ്നി എടുത്തുകൊണ്ട് വന്ന് ഇതാ യശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിക്കും, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കും. ഈ ബലിപീഠത്തിലിരിക്കുന്ന അഗ്നി എന്താണ്? വിശുദ്ധ കുർബാന. അപ്പോൾ യശയ്യാവിന് വിശുദ്ധ കുർബാന ആര് കൊടുക്കുക? സറാവ് എടുത്തുകൊണ്ട് കൊടുക്കുക. അവൻ്റെ നാവ് അന്നേരം ശുദ്ധമായി. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ നാവും അധരവും എല്ലാം ആര് ശുദ്ധീകരിക്കും? ദൈവം ശുദ്ധീകരിക്കും. അതാ നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യം. പുറപ്പാട് 19:6. നിങ്ങൾ എനിക്ക് പുരോഹിതനും രാജാവും വിശുദ്ധജനമായി. ഇവയാണ് ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ട വാക്ക്. മോശ എന്ന് മോശ ജനത്തിനും ശിശുമാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യമില്ല അവരെ അറിയിച്ചു. മലയിൽ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുക. പുറപ്പാട് 19 നമ്മൾ എന്ത് ചെയ്യുക? കാണുക. മോശ ദിവസം അതിന് 3-ാം വാക്യം. മോശ ദിവസത്തിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവരെ വിളിച്ചിങ്ങനെ പറഞ്ഞു, യാക്കോബിന് മുന്നിൽ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ നീ എന്ത് ചെയ്യുക? അനുസരിക്കുക. ദൈവം പറയുന്ന വാക്ക് നീ അനുസരിച്ചാൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യും? മോശ സിനായി മലയിൽ വെച്ച് ആരെ ആരാധിക്കുന്നുണ്ട്? ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും ആരെ ആരാധിക്കണം? ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. നമ്മളിന്ന് ആരാധനയ്ക്ക് എന്ത് കൊടുക്കണം? മുഖ്യ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായവൻ ആരാണ്? നമ്മുടെ ദൈവം ആരാണ്? ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് ദൈവത്തെ നമ്മൾ എങ്ങനെയാ ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, നീ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. പിന്നെ എവിടെയാ? ആത്മാവിലും സത്യത്തിലും. ആത്മാവിലും സത്യത്തിലും വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. അതാ യഥാർത്ഥമായ എന്ത്? ആരാധന. വീണ്ടും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ഹെരോദ് രാജാവിൻ്റെ കാലത്ത് യൂദായിലെ ബേഥാനിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്രീസ് എന്ന ജ്ഞാനികൾ തിരുസഭയിലെത്തി. അവരന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചു? ഞങ്ങൾക്കിടക്ക് അവൻ ദർശനം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുക. ബേത്ലഹേമിൽ ജനിച്ച യേശുവിനെ ആരാധിക്കാൻ ജ്ഞാനികൾ എവിടെ വന്നിരിക്കുക? ജെറുസലേമിൽ നിന്ന് വന്നിരിക്കുക. അവർ ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവൻ ജനിച്ചവൻ എവിടെ?
അവനെ ഞങ്ങൾ എന്ത് ചെയ്യണം? ആരാധിക്കാൻ വന്നു. അതിൻ്റെ 8-ാം വാക്യം, അവൻ അവരെ ബേഥേലിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടുകഴിയുമ്പോൾ ഞാൻ ചെന്ന് ആരാധിക്കുന്നതിന് എന്നെ അറിയിക്കും. ഹെരോദ് രാജാവ് പറഞ്ഞു, നിങ്ങൾ പോയി ബേഥേലിൽ പോയി ആരെ കാണണം? യേശുവിനെ കാണണം. എന്നിട്ട് ഞാനും വന്ന് അവരെ ആരാധിക്കുന്നതിന് തിരിച്ചു വന്ന് അവൻ എവിടെ ക്ഷണിച്ചെന്ന് എന്നോട് വന്ന് പറയുക. അതിൻ്റെ 10-ാം വാക്യം, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെയും അമ്മയും വലത്തോടെ കാണുകയും അവനെ മുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിശ്ചയപാത്രങ്ങൾ തുറന്ന് പൊന്നും മുന്തിരിക്കയും മേലയും കാഴ്ച അർപ്പിച്ചു. അപ്പോൾ ഇവരെ ബേഥേലിലേക്ക് പോയപ്പോൾ ജ്ഞാനികളുടെ തലയുടെ മുകളിൽ എന്തുണ്ടായിരുന്നു? നക്ഷത്രം ഉണ്ടായി. ഈ നക്ഷത്രം ഒരു ഭവനത്തിൻ്റെ മേളിൽ വന്ന് നിന്നപ്പോൾ അവരവിടെ ചെന്നപ്പോൾ ആരെ കണ്ടു? ശിശുവിനെയും അമ്മയും കണ്ടു. അവരവിടെ വെച്ച് ആരെ ആരാധിച്ചു? യേശുവിനെ ആരാധിച്ചു മാത്രമല്ല, അവരെന്ത് ചെയ്തു? കുന്തിരിക്കവും മേളയും പൊന്നും അവരെന്ത് ചെയ്തു? കാഴ്ച അർപ്പിച്ചു. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കാനുള്ളതെല്ലാം ദൈവത്തിന് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അതാ നമ്മുടെ ആരാധന. റോമ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു. റോമർ 12. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 11-ാം 1-ാം വാക്യം, ആകയാൽ സഹോദരൻ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസരിച്ചു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മുടെ യഥാർത്ഥ ആരാധന എന്താ? നമ്മുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി എന്നാൽ നമ്മുടെ ദേഹവും ദേഹിയും ശരീരവും മനസ്സും ആത്മാവും അസ്ഥിയും പേശിയും മാംസവും രക്തക്കുള്ളും സകല നാഡി നരമ്പുകളും ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന യഥാർത്ഥമായ ആരാധന. ഈ ആരാധനയിലേക്കാണ് നമ്മൾ ഇന്ന് വരേണ്ടത്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന. ജ്ഞാനികൾ യേശുവിനെ കണ്ട് ആരാധിച്ചപ്പോൾ നമ്മളും ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. അബ്രഹാം പിതാവ് ബലിപീഠമൊരുക്കി ദൈവത്തെ ആരാധിച്ചപ്പോൾ നമ്മൾ ഇന്ന് ബലിപീഠമൊരുക്കി ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് ആരാണ്? യോഗ്യനായ ദൈവം. ആരാധിച്ചിടാം, മുമ്പിൽ ആരാധിച്ചിടാം, ആരാധിക്കും ഗാനം പാടിടാം. ആ പൂജിതമാ രക്ഷ നാമ വാഴ്ത്തി പാടാം. ആ രക്ഷകന്റെ നാമം നമുക്കിന്ന് വാഴ്ത്തി പാടാം. ആ രക്ഷകനെ നമുക്കിന്ന് ആരാധിക്കാം. എങ്ങനെ? കുമ്പിട്ട് ആരാധിക്കാം. കാണുവാനായി സ്വർഗീയപിതാവേ, ഇത്രയും നേരം നിന്റെ തന്നിൽ നിന്ന് ആരാധനയെക്കുറിച്ചുള്ള ക്ലാസ് ദൈവ ക്ലാസ് കേൾക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കും. ഒരു മക്കളെ പോലും നശിക്കുവാൻ താഴ്ന്നുവാൻ നേടുക. ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും
ദൈവമേ, ആരാധിക്കുമ്പോഴ ബന്ധനങ്ങൾ അഴിയുന്നു, ആരാധിക്കുമ്പോഴ കെട്ടുകൾ അഴിയുന്നു. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ രോഗസൗഖ്യം ലഭിക്കും. ആരാധനയാണ് എല്ലാത്തിൻ്റെയും മുഖ്യ അടിസ്ഥാനം. നമുക്കറിയാം, കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എഴുന്നള്ളിച്ച് വെച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, വലിയ രോഗസൗഖ്യം നടക്കുന്നുണ്ട്. ജോലിയില്ലാത്തൊരു ജോലി കിട്ടുന്നു, തലവാർ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു, ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു, അങ്ങനെ വിവിധ രോഗികൾ സുഖപ്പെടും. കുഞ്ഞില്ലാത്ത ദമ്പതികൾ കുഞ്ഞിനെ വിവാഹ തടസ്സങ്ങൾ വാങ്ങുന്നു. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ ആരാധനയിലൂടെ നടക്കും. നമ്മുടെ ഇന്നത്തെ ഈ ആരാധനയിൽ പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കാൻ നമുക്ക് ദൈവത്തെ ശ്രമിക്കാം. യേശുവേ നന്ദി, യേശുവേ യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, ശിവയെ നന്ദി, ശിവയെ നന്ദി, ശിവയെ സ്തോത്രം, ശിവയെ സ്തുതി. ദൈവരോട് ഞാൻ എല്ലാവരെയും കേട്ട വചനം 30, 60, 100 മേനി വിളങ്ങളിൽ അനുഗ്രഹിക്കും. ഒന്നുപോലും നഷ്ടപ്പെടുവാൻ ഇടയാക്കരുത്. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു കേട്ടനായി മാനം മാത്രം യേശുവിൻ്റെ